ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനവും വെള്ളത്തിൻ്റെ പ്രാധാന്യവും. ശാസ്ത്രീയവും പ്രചോദനാത്മകവുമായ ഒരു സ്ക്രിപ്റ്റാണിത്. നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് മനസ്സ് മങ്ങിയതുപോലെ തോന്നുന്നത്? എന്തുകൊണ്ടാണ് ക്ഷീണം, തലവേദന, മറവികൾ എന്നിവ വരുന്നത്? പലപ്പോഴും അതിൻ്റെ കാരണം ഒരു വലിയ രോഗമല്ല, ഒരു സാധാരണ കാര്യം മാത്രമാണ്: വെള്ളത്തിൻ്റെ കുറവ്. അതെ, നമ്മുടെ ശരീരത്തിലും പ്രത്യേകിച്ചും മസ്തിഷ്കത്തിലും വെള്ളത്തിന് അത്യന്തം പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു? വെള്ളം എന്തുകൊണ്ട് അതിന് അത്യാവശ്യമാണ്? വെള്ളക്കുറവ് നമ്മുടെ ചിന്തകളെയും ഓർമ്മശക്തിയെയും എങ്ങനെ ബാധിക്കുന്നു? മസ്തിഷ്കം മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതം. മനുഷ്യ മസ്തിഷ്കം ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു അവയവമാണ്. ഏകദേശം 86 ബില്യൺ ന്യൂറോണുകൾ ഉള്ള ഈ അവയവം ഓരോ നിമിഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, വികാരങ്ങൾ, തീരുമാനങ്ങൾ, ശരീരചലനങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നത് മസ്തിഷ്കമാണ്. ഇനി ഏറ്റവും അതിശയകരമായ ഒരു സത്യം: മസ്തിഷ്കത്തിൻ്റെ ഏകദേശം 75% വെള്ളമാണ്. അതിനാൽ തന്നെ ശരീരത്തിൽ വെള്ളക്കുറവ് വന്നാൽ ആദ്യം ബാധിക്കപ്പെടുന്നത് മസ്തിഷ്ക പ്രവർത്തനങ്ങളാണ്. മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു? മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ വൈദ്യുത സിഗ്നലുകൾ ഉപയോഗിച്ചാണ് പരസ്പരം ആശയവിനിമയം നടത്തുന്നത്. ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ, ഒരു ഓർമ്മ തിരിച്ചു വരുമ്പോൾ, ഒരു തീരുമാനം എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് സിഗ്നലുകൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാൻ ആവശ്യമാണ് ഓക്സിജൻ, ഗ്ലൂക്കോസ്, ധാതുക്കൾ. ഏറ്റവും പ്രധാനമായത് വെള്ളമാണ്. വെള്ളം എന്തുകൊണ്ട് അത്ര പ്രധാനമാണ്? ഒന്നാമതായി, ചിന്താശേഷി മെച്ചപ്പെടുത്തുന്നു. മസ്തിഷ്കത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ വെള്ളം സഹായിക്കുന്നു. ശരീരത്തിൽ വെള്ളക്കുറവ് വന്നാൽ നമ്മുടെ ശ്രദ്ധ കുറയും, ചിന്ത മന്ദഗതിയിലാകും, മനസ്സ് മങ്ങിയതായി തോന്നും. ഇങ്ങനെ ഇതിനെ പലരും ബ്രെയിൻ ഫോഗ് എന്ന് വിളിക്കുന്നു. ഓർമ്മശക്തിയെ ബാധിക്കുന്നു. രണ്ടാമത്തത്, വെള്ളക്കുറവുണ്ടായാൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറക്കും, പഠനശേഷി കുറയും, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാകും. വിദ്യാർത്ഥികൾക്കും ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് വലിയ പ്രശ്നമാകാം. ചിലപ്പോൾ നമുക്ക് തോന്നും എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, പക്ഷേ യഥാർത്ഥത്തിൽ മസ്തിഷ്കം ദാഹിച്ചിരിക്കാം. മൂന്നാമത്തത്, മാനസികാവസ്ഥയെ ബാധിക്കുന്നു.
വെള്ളക്കുറവ് ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നു. അതുകൊണ്ട് അസഹിഷ്ണുത, സമ്മർദ്ദം, ഉത്കണ്ഠ, ക്ഷീണം എന്നിവ വർദ്ധിക്കാം. വെള്ളം മതിയായി കുടിക്കുന്നവർക്ക് കൂടുതൽ മാനസിക സമാധാനം, ഊർജം, ഉല്ലാസം ലഭിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നാലാമത്തത്, രക്തപ്രവാഹം മെച്ചപ്പെടുത്തുന്നു. മസ്തിഷ്കത്തിന് തുടർച്ചയായി ഓക്സിജനും പോഷകങ്ങളും ലഭിക്കണം. വെള്ളം രക്തപ്രവാഹം ശരിയായി നിലനിർത്തുന്നു. വെള്ളക്കുറവുണ്ടായാൽ തലവേദന, തലചുറ്റൽ, ക്ഷീണം എന്നിവ ഉണ്ടാകാം. ശാസ്ത്രീയമായ സത്യം. ശാസ്ത്രലോകം തെളിയിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. ചെറിയ തോതിലുള്ള ഡീഹൈഡ്രേഷൻ പോലും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം കുറയ്ക്കും. പ്രത്യേകിച്ച് കുട്ടികൾ, വിദ്യാർത്ഥികൾ, വയോധികർ, ഇവരിൽ അതിൻ്റെ ഫലം കൂടുതലായി കാണാം. വയസ്സ് ആയവരിൽ വെള്ളക്കുറവ് ഓർമ്മശക്തി കുറയാൻ, ആശയക്കുഴപ്പം വർദ്ധിക്കാൻ കാരണമാകാം. അടുത്തതായിട്ട് പറയുന്ന എത്ര വെള്ളം കുടിക്കണം. ഓരോരുത്തരുടെയും ആവശ്യകത വ്യത്യസ്തമാണ്. കാലാവസ്ഥ, പ്രായം, ആരോഗ്യസ്ഥിതി, ജോലി എന്നിവയെ ആശ്രയിച്ചാണ് വെള്ളത്തിൻ്റെ അളവ് മാറുന്നത്. പക്ഷേ പ്രധാന കാര്യം, ദാഹം വരുന്നതുവരെ കാത്തിരിക്കരുത്. ശരീരം നേരത്തെ തന്നെ സൂചനകൾ നൽകും. വായ് വരണ്ട്, ക്ഷീണം, ഇരുണ്ട നിറത്തിലുള്ള മൂത്രം, തലവേദന, ശ്രദ്ധക്കുറവ് ഇവയെ അവഗണിക്കരുത്. മസ്തിഷ്ക ആരോഗ്യത്തിനുള്ള നല്ല ശീലങ്ങൾ: രാവിലെ എഴുന്നേറ്റ ഉടൻ വെള്ളം കുടിക്കുക. രാത്രിയിലെ ദീർഘനേരം ശരീരം വെള്ളം നഷ്ടപ്പെടുന്നു. രാവിലെ വെള്ളം കുടിക്കുന്നത് മസ്തിഷ്കത്തെ ഉണർത്തും. ദിവസം മുഴുവൻ ചെറിയ അളവുകളിൽ വെള്ളം കുടിക്കുക. ഒറ്റയ്ക്ക് അധികം വെള്ളം കുടിക്കുന്നതിനേക്കാൾ ചെറിയ അളവുകളിൽ സ്ഥിരമായി കുടിക്കുന്നത് നന്നാണ്. വെള്ളം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഉദാഹരണത്തിന് തണ്ണിമത്തൻ, വെള്ളരിക്ക, ഓറഞ്ച്, പഴങ്ങൾ ഇവ ശരീരത്തെ ഹൈഡ്രേറ്റഡ് ആക്കും. ശക്തമായ സന്ദേശം: ഇന്ന് ആളുകൾ ബ്രെയിൻ ബൂസ്റ്റേഴ്സ്, സപ്ലിമെൻറ്റ്സ്, എനർജി ഡ്രിങ്ക്സ് എന്നിവയ്ക്ക് ആയിരങ്ങൾ ചെലവഴിക്കുന്നു. പക്ഷേ ഏറ്റവും ലളിതമായ ഔഷധത്തെ മറക്കുന്നു: വെള്ളം. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മസ്തിഷ്കം. അതിനെ സംരക്ഷിക്കണമെങ്കിൽ ശരിയായ ഉറക്കം, നല്ല ഭക്ഷണം, വ്യായാമം, മതിയായ വെള്ളം ഇവ ആവശ്യമാണ്. അപ്പോൾ ഓരോ വലിയ സ്വപ്നത്തിനും പിന്നിൽ ഒരു ആരോഗ്യകരമായ മസ്തിഷ്കമുണ്ട്. ഓരോ നല്ല തീരുമാനത്തിനും പിന്നിൽ നല്ല സജീവമായ മനസ്സുണ്ട്. ആ മനസ്സിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് വെള്ളം. അതിനാൽ ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം ആരംഭിക്കൂ. കൂടുതൽ വെള്ളം കുടിക്കൂ. മസ്തിഷ്കത്തെ സംരക്ഷിക്കൂ. ജീവിതത്തെ ശക്തമാക്കൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ആരോഗ്യത്തോടെ ഇരിക്കുക, ജാഗ്രതയോടെ ജീവിക്കുക. അപ്പം ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. തുടർന്നും ഉള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്.